السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരങ്ങളാണ് മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവർ അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങൾ പീഡനങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വലിയ രക്ഷ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് മനുഷ്യരെല്ലാം നന്മയുള്ള ഒരു സമൂഹമായി ജീവിക്കണമെന്നതാണ്. അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഇസ്ലാമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വികാരവും വിവേകവും ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും മനുഷ്യൻ നന്മയുടെ പക്ഷത്തും തിന്മയുടെ പക്ഷത്തും ഉണ്ടാവും. ചില സാഹചര്യങ്ങളിലൊക്കെ സമൂഹം പോലും പൊറുക്കാത്ത പല തെറ്റുകളും മനുഷ്യൻ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഗോത്രങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും പലവിധങ്ങളായ നിയമനിർമ്മാണം നടത്തുന്നത്. അത്തരം പ്രയാസങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന മനുഷ്യനെ നേരായ വഴിയിലേക്ക് സത്പാന്താവിലേക്ക് കൊണ്ടുപോകാൻ ചില ദോഷങ്ങളൊക്കെ അവന്റെ സ്വത്വത്തിന് മാത്രമാണ് ബാധിക്കുന്നതെങ്കിൽ മറ്റു പല ദോഷങ്ങളും സമൂഹത്തെ ഒന്നടക്കം ബാധിക്കും. അങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾക്ക് തടയിടുന്നതിനും വിഭാടനം ചെയ്യുന്നതിനും അതത് കാലഘട്ടങ്ങളിൽ പല സമൂഹങ്ങളും പലവിധങ്ങളായ നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇസ്ലാം അത്തരം വിഷയങ്ങളെ കൃത്യതയോടുകൂടെ സാർവകാലികമായി ഉപയോഗപ്പെടുത്താവുന്ന വിധത്തിലുമാണ് സമീപനം നടത്തിയിട്ടുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് കൊലപാതകം ചെയ്യുക എന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്തനിബുസ് സബഅൽ മുബിഖാത്ത്, എല്ലാ നന്മകളെയും പൊളിച്ചു കളയുന്ന ഏറ്റവും വലിയ തിന്മകളായി 7 പാപങ്ങളെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ എണ്ണി അത് നിങ്ങൾ ഒഴിയണമെന്ന്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമാ കുന്ന, അതേതൊക്കെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നബിയേ എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, അശ്ശിർകു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ്, വസ്സിഹ്റു, മാരണം ചെയ്യുക എന്നതാണ്, വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഒരു മനുഷ്യനെ അകാരണമായി കൊല്ലുക എന്നത് കൊടിയ പാതകമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് സ്വന്തത്തിന് മാത്രമല്ല, സമൂഹത്തിൽ തന്നെ ചിത്രതകൾ ഉണ്ടാക്കും, സംഘട്ടനങ്ങൾ ഉണ്ടാക്കും, യുദ്ധങ്ങളിലേക്ക് നയിക്കും, ഒരു സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് വരെ എത്തിക്കും. അത്തരം പാപങ്ങളൊക്കെ കൊടിയ പാപമായി അല്ലാഹുവിന്റെ റസൂലിനെ. എന്തുകൊണ്ടാണത്? ഓരോ മനുഷ്യനും അല്ലാഹു വലിയ വില കൽപ്പിച്ചിട്ടുണ്ട്. അവന്റെ സ്വന്തത്തിനും സ്വത്തിനും അഭിമാനത്തിനും വില കൊടുത്ത മതമാണ് ദീനുൽ ഇസ്ലാം. ഒരിക്കൽ കഅബാലയം തവാഫ് ചെയ്യുന്ന അവസരത്തിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, കഅബയെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ്, മാ തിയബകി വാ തിയബരിഹകി മാ അഅളമകി വ അഅളമ ഹുർമതകി, നിന്നെ ഇത്രമാത്രം ബഹുമതിയിൽ നിർത്തിയത് എന്തൊന്നാണ്, എത്ര വലിയ ബഹുമാനമാണ് അല്ലാഹു നിനക്ക് നൽകിയിട്ടുള്ളത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഞാൻ അല്ലാഹുവെ തന്നെ സത്യം ചെയ്ത് പറയുന്നു, ലഹുർമത്തുൽ മുഅ്മിനി അഅദമു ഇൻദല്ലാഹി ഹുർമതൻ മിൻകി, നിന്നെക്കാൾ ബഹുമാനം അല്ലാഹു തആല ഈ മനുഷ്യകുലത്തിന് നൽകിയിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അകാരണമായി ഒരാളെയും കൊല്ലാൻ പാടില്ല. അത് കൊല്ലുക എന്നത് കൊടിയ പാതകമാണ് എന്ന് മാത്രമല്ല, ഖുർആൻ പറഞ്ഞത്, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഒരു മനുഷ്യൻ അകാരണമായി ഒരാളെ
കൊല്ലുകയോ ഫസാദുകളും ഫിത്നയും ലോകത്തുണ്ടാക്കുകയോ ചെയ്താൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകരെ മുഴുവനും കൊന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാം, ലോകരെ മുഴുവൻ കൊന്നതുപോലെയാണ്. ഇത് കൊടിയ ബാധകമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി ഈ ലോകത്ത് ഒരു കൊലപാതകത്തിന്റെ തുടക്കം കുറിച്ച് ഖാബീൽ, അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിൽ ഒരാളായ ഖാബീൽ. ആ ഖാബീലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി ഈ ലോകത്ത് നടക്കുന്ന ഏതൊക്കെ കൊലപാതകങ്ങളുണ്ടോ അതിന്റെയൊക്കെ ഒരു വിഹിതം ആ ഖാബീലിന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയും ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം കൊടിയ ബാധകമാണ്. ആ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ, മനഃപൂർവമായ കൊലപാതകമാണെങ്കിൽ ഇസ്ലാം കർശനമായ നിലപാടാണ് അവിടെ സ്വീകരിച്ചത്. ഇസ്ലാം പറയുന്നത് എന്താ? ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. ഒരാളെ കൊന്നാൽ പ്രതിക്രിയയായിക്കൊണ്ട് ആരാണോ കൊലപാതകി അയാളെയും തിരിച്ചു കൊല്ലുക എന്നതാണ് ഇസ്ലാമിലുള്ള നിയമം. അൽ ഹുറു ബിൽ ഹുരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. സ്ത്രീയെ കൊന്നാൽ സ്ത്രീയാണ് കൊന്നതെങ്കിൽ അവളെ തന്നെ കൊല്ലണം. അടിമയാണ് കൊന്നതെങ്കിൽ അടിമയെ തന്നെ കൊല്ലണം. സ്വതന്ത്രനാണ് കൊന്നതെങ്കിൽ സ്വതന്ത്രനെ കൊല്ലണം. ആരാണോ കൊല ചെയ്യുന്നത് അവരെ തിരിച്ചു കൊല്ലണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാം അങ്ങനെ നിയമം വെച്ചത് എന്തിനാണ്? ഖുർആൻ ശേഷം വിശദീകരിക്കുകയാണ് എന്തിനാണ് അങ്ങനെ നിയമം വെച്ചത്. വലകും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ്. ഖിസാസ് എടുക്കുന്നതിൽ, പ്രതിക്രിയയായി കൊണ്ട് തിരിച്ചു കൊല്ലും എന്ന ഒരു ബോധമുണ്ടാക്കുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ നമ്മൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചു കൊല്ലുന്ന ആളെന്ന് ബോധം ഉണ്ടെങ്കിൽ പിന്നെ ആരും ആ പഠിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ നമ്മളെ നാട്ടിലൊക്കെ പലപ്പോഴും പല കൊലപാതകങ്ങളും നടക്കുമ്പോ പറയും ഇസ്ലാമിന്റെ ശിക്ഷ അവിടെ നടപ്പിലാക്കണം എന്ന് പറയും, അല്ലേ? അങ്ങനെ പറയാറില്ലേ? എന്താ അതങ്ങ് നടപ്പിലാക്കിയാൽ പിന്നെ ആരും തിരിച്ചു കൊല്ലൂല, ഇതൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടും എന്ന് പറയാറുണ്ട്. അപ്പൊ കഠിനമാണ് ഇസ്ലാമികമായ ശിക്ഷ എന്ന് പറയുന്നത്. ആ ഒരു ശിക്ഷ അത് കോടതിയിൽ താൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ കൃത്യമായും അത് വിധിക്കപ്പെടും. അതാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ കുറ്റം സമ്മതിച്ചു, അതിന് എല്ലാ തെളിവുകളും ഉണ്ട്. പാർട്ട്ണറെ കഷ്ണം കഷ്ണമാക്കി 150ഓളം വരുന്ന കഷ്ണങ്ങളാക്കി തെളിവുകൾ വരെ നശിപ്പിച്ചു. കൊടിയ ബാധകമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജിനായത്ത് കോടതി വിധിച്ചു അവരെ കൊന്നുകളയണമെന്ന്. അവരെ അതിനെ സപ്പോർട്ട് ചെയ്ത് സഹായിച്ചവർക്ക് ജീവപര്യന്ത ശിക്ഷയും വിധിച്ചു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഇസ്ലാമിന് വീണ്ടും പറയാനുണ്ട്, അവിടെ ഒരാളെ പ്രതിക്രിയയായി കൊല്ലണം എന്ന് അവിടുത്തെ കോടതി സാഹചര്യ തെളിവുകളോടുകൂടെ വിധിച്ചാൽ വരെ അവിടെയും ഒരു എക്സ്ക്യൂഷൻ കൊടുക്കാൻ, അവിടെ ഒരു തന്റെ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് തന്റെ കുടുംബക്കാർക്ക്, രക്തബന്ധുക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള അവകാശം ഖുർആൻ കൊടുക്കുന്നു. ശുദ്ധ ഇസ്ലാം പറയുന്നു, ومن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان. ഖുർആൻ പറയുന്നു, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇനി തന്റെ കുടുംബക്കാര്, ഏതായാലും നമുക്ക് നമ്മുടെ ഉറ്റവര് മരിച്ചുപോയി, അവൻ ചെയ്തത് കൊടിയ ബാധകമാണ്, പക്ഷെ അവൻ ആ സാഹചര്യത്തിൽ എന്താണ് അതിന്റെ ചേതോവികാരം നമുക്കറിയില്ല, അതുകൊണ്ട് പുറത്തു കൊടുക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ഖുർആൻ വെക്കുന്നു. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഖുർആൻ തന്നെ പറയുന്നു, അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു റഹ്മത്താണ്, നിങ്ങൾക്കുള്ള പ്രത്യേകമായുള്ള കാരുണ്യമാണ്. എന്താ കാരണം എന്നറിയോ? കഴിഞ്ഞ ഗതകാലത്തുള്ള പല സംഭവങ്ങളും എടുത്തു നോക്കുമ്പോൾ അവിടുത്തെയുള്ള പ്രവാചകന്മാർ അവരുടെ അനുയായികൾക്ക് കൊന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊല്ലുക എന്ന് മാത്രമാണ്, പിന്നെ അവിടെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷെ അതുകൂടെ നമുക്ക് നൽകി അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അഫ്വ ചെയ്യുക എന്നത്, അതിനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ പണ്ഡിതന്മാരും അവിടുത്തെ പണ്ഡിതന്മാരും തമ്മിലുള്ള ചില ഇടപെടലുകളും നീക്കുപോക്കുകളൊക്കെ നടത്തിയിട്ട് അതിനുള്ള ശ്രമം നടക്കുമ്പോഴും ചിലർ തുരങ്കം വെക്കുകയാണ്. അവരെ നമ്മൾ തിരിച്ചറിയുകയും വേണം. ആരാണ് ആ തുരങ്കം വെക്കുന്നതെന്നറിയോ? ഈ നാടെന്നും കത്തി നിൽക്കണം, വർഗീയമായി തന്നെ നിലനിൽക്കണം എന്ന് കരുതുന്നവരെയാണ്. ആലോചിച്ചു നോക്ക്, ഒരിക്കലും അവര് അവിടെ നിന്ന് രക്ഷപ്പെടരുത് എന്നാണ് ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിലും ഒരു മുസ്ലിമിന്റെ അക്കൗണ്ടിലേക്ക് അത് വരും. നമുക്കറിയാം,
ഹൂത്തികളുടെ ഭരണ കേന്ദ്രമായ ശിലാകേന്ദ്രമായ പ്രദേശത്താണ് കോടതി വരെ നിലനിൽക്കുന്നത്. അവിടെ ഡിപ്ലോമാറ്റിക് ആയുള്ള ഒരു ഇടപെടൽ നയതന്ത്ര വിധേന അവിടെ സാധ്യമല്ല എന്ന് കോടതിയിൽ തന്നെ ഇന്ത്യ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ധരിപ്പിച്ചത്. അതിനുശേഷം ചില ഊടുവഴികളും കുറുക്കുവഴികളും മാത്രമേ അവിടെ നോക്കാൻ നമുക്ക് സാധ്യമുള്ളൂ. ആ സമയത്ത് ഒരു മുസ്ലിം സമൂഹത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് പണ്ഡിതന്മാർ തമ്മിലുള്ള വ്യവഹാരങ്ങളിലൂടെ അവിടെ രക്ഷപ്പെടുത്തുമെന്നറിയുമ്പോൾ ആർക്കാണ് ഗുരുപൊട്ടുന്നത്? ഇവിടെയുള്ള ഫാസിസ്റ്റുകൾക്കാണ്. കാരണം അവർ ഇന്നതുവരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ഭീകരവാദിയാണ്, തീവ്രവാദിയാണ് എന്ന് പറയാനാണ്. മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ് എന്ന് പറയാൻ പ്രചണ്ഡമായ പ്രചരണം നടത്തുകയാണ്. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ വർഷമല്ലേ, ഒരു 1.5 വർഷം മുമ്പല്ലേ നമ്മൾ 34 കോടി രൂപ റഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി പിരിവെടുത്തത്? ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല. അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അതിന്റെ വഴികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അന്നുണ്ടായിരുന്ന ചർച്ച എന്താണെന്നറിയോ? അന്നുണ്ടായിരുന്ന ചർച്ച ഇവന്മാര് പറഞ്ഞിരുന്നത് അതൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ നടത്തുന്നത്. അവിടെ വർഗീയ വിഷജിത്തായിരുന്നു. അതുപോലെ തന്നെ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരുത്തി, അവർ യമൻ കോടതിയിൽ അല്ലെങ്കിൽ യമൻ ജയിലിൽ കഴിയുന്നുണ്ടല്ലോ. വധശിക്ഷയും കാത്ത് ആരാ തിരിഞ്ഞു നോക്കുന്നത്? അതിലൊന്നും ആർക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ ഇപ്പോൾ പറയുന്നത് അവരെ രക്ഷപ്പെടുത്താനുള്ള നീക്കുപോക്കുകൾ നടത്തുമ്പോൾ അത് മുസ്ലിമിന്റെ അക്കൗണ്ടിലേക്ക് വരും എന്നറിയുമ്പോൾ വർഗീയ വിഷം ചീറ്റാനിരിക്കുന്നവരെ കൃത്യമായും സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, കൃത്യമായും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വായിച്ചെടുക്കാനുള്ളത്, ഏത് കൊടിയ പാതകം ചെയ്തവനാണെങ്കിലും അഫ്വ ചെയ്യാൻ ഏറ്റവും വിശാലമായ മനസ്കതയാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് അഫ്വ ചെയ്യാൻ കഴിയുമോ, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുമോ? അതാണ് ഏറ്റവും ഉത്തമമായതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിവിടെ പ്രതിപാദിച്ചില്ലേ? കൊടിയ പീഡനങ്ങളെ ഏറ്റിട്ട് തിരിച്ചു വരുമ്പോ മക്കം ഫത്ഹിന്റെ അന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രതികാര നടപടി ഇവിടെ സ്വീകരിക്കും എന്ന് നിലച്ചിരിക്കുന്ന സമൂഹത്തിന്റെ മുന്നിലാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാം മോചിതരാണ്. അൻതുമുത്തുലഖാ, നിങ്ങളെല്ലാം മോചിതരാണ്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങൾക്കെതിരെ ഒരു നടപടിയും ഞാൻ സ്വീകരിക്കുന്നില്ല. എന്റെ സഹോദരനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരങ്ങളിൽ നിന്ന് മർദ്ദനങ്ങളേറ്റ് പീഡനങ്ങളേറ്റതിന് ശേഷം അവർക്ക് മാപ്പ് കൊടുത്ത അതേ വാചകം തന്നെ ഇവിടെ ഞാൻ നിങ്ങളോടും പ്രതിവചിക്കുന്നു എന്ന് മുഹമ്മദുൽ മുസ്തഫ. ആ ഒരു ഈമാൻ നമുക്കും വരണം. നമ്മളൊക്കെ എത്ര ആളുകളോട് എന്തെല്ലാം വിഷയത്തിൽ പിണങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാവരും വിട്ടുവീഴ്ച മനോഭാവത്തിന്റെ ആളുകളാണ്. എനിക്കെതിരെ അവൻ അങ്ങനെ പറഞ്ഞില്ലേ, എനിക്കെതിരെ ഇങ്ങനെ തിരിഞ്ഞില്ലേ, എന്നെ അങ്ങനെ ആക്കി വിട്ടവനല്ലേ അവൻ. കുടുംബങ്ങളിൽ, നാടുകളിൽ, വീടുകളിൽ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. വിട്ടുവീഴ്ച ആരും തയ്യാറല്ല. നമുക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എവിടെയാണ് എന്നറിയോ? നമുക്ക് അവനോട് പ്രതികാര നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാവിധ കഴിവും ഒരാൾക്കുണ്ടായിരിക്കെ അവിടെയാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. അതാണ് വിട്ടുവീഴ്ച എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. അതുകൊണ്ട് വിട്ടുവീഴ്ച മനോഭാവം അത് നമുക്കുണ്ടാവണം. അതൊരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവമാണ്. അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മളിങ്ങനെ റമദാനിൽ പാടിയാൽ വരാ. അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, നീ വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനാണ്. അല്ലാഹു ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരാൻ എന്ന് പറഞ്ഞാൽ പറയും. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാല മനസ്കതയുടെ ആളുകളായി നമ്മൾ ജീവിക്കണം. അല്ലാഹു ആ അഫ്വ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുതരുമാറാവട്ടെ. എല്ലാ വിഷയങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം അല്ലാഹു നമുക്ക് നൽകി ഒരു ഒരുമയും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.